ISI കേസുമായി ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാനിൽ പരിശീലനം നേടി കേരളത്തിൽ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ നിരവധി സ്ഫോടന പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുള്ള ഒരു പദ്ധതി, അതുമായി ബന്ധപ്പെട്ടാണല്ലോ NIA കേസെടുത്തിരിക്കുന്നതും NIA കോടതി ഇന്ന് വിധി പറയുകയും ചെയ്യുന്നത്. എത്രത്തോളം സുപ്രധാനമാണത്? KP സുരേഷ്, NIA കോടതി ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട കേസിലെ 18ാം പ്രതിയായ റിയാസ് അബൂബക്കറിൻ്റെ കേസിലാണ് വിധി പറയുന്നത്. ഇത് അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്ന് ഹിജറ ചെയ്ത് അവിടെ എത്തിയ അബ്ദുൾ റാഷീദ് മുഹമ്മദ് എന്ന വ്യക്തിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചാവേർ ആക്രമണം അടക്കം നടത്താനുള്ള പദ്ധതിയിട്ട കേസിലെ പ്രതിയാണ് റിയാസ്. ഈ കേസിലാണ് ഇന്ന് വിധി പറയുന്നത്. ഇതിൻ്റെ വിശദമായ വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. ഒരാഴ്ച മുമ്പാണ് ഇതിൻ്റെ വാദം പൂർത്തിയായതും. ഇതിലെ കൂട്ടുപ്രതികളായിരുന്ന 2 പേര്, ഫൈസൽ, അതോടൊപ്പം തന്നെ മറ്റൊരു കാസർഗോഡ് സ്വദേശിയായ അബൂബക്കർ സിദ്ദിഖി എന്നീ 2 പേര് മാപ്പുസാക്ഷിയാവുകയും ചെയ്തു. ഇവരിൽ നിന്നെല്ലാം കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീവ്രവാദ പ്രവർത്തനം തന്നെയാണ് ആസൂത്രണം ചെയ്തിരുന്നത് എന്ന ഒരു കണ്ടെത്തലിലേക്കാണ് NIA ഇതിൻ്റെ അന്വേഷണത്തിലും മറ്റും എത്തുകയും അത് NIA കോടതിയിൽ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ കേസിൽ വിധി പറയുന്നത്. ഇത് ഏറെ നിർണായകമായ ഒരു വിധിയാവും. ഇല്ലെങ്കിൽ കേരളത്തിലും തീവ്രവാദങ്ങൾക്ക് പച്ച പിടിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള ഒരു നടപടിയിലേക്കാവും ഇതിൻ്റെ ശിക്ഷാവിധി പോവുക എന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഇതിൻ്റെ നിർണായകമായ വിധി ഉണ്ടാകുന്നത് വളരെ കൗതുകത്തോടെ ഇല്ലെങ്കിൽ വളരെ ഗൗരവത്തോടെയാണ് സമൂഹം നോക്കിക്കാണുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലും ഇത്തരം സംഭവങ്ങൾ ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളെ നിരോധിച്ചിട്ടും അതിൻ്റെ വേരോട്ടങ്ങൾ ഇപ്പോഴും അവിടെ ഇവിടെ ഉണ്ട് എന്ന ഒരു വിലയിരുത്തലിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ വിധിക്കും വലിയ പ്രാധാന്യമുണ്ടെന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. KP സുരേഷ്. ഏതായാലും സുധീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭീകരതയ്ക്കുള്ള കൃത്യമായ താക്കീത് അത് തന്നെയാകും NIA കോടതിയുടെ വിധി എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതായത് ഇളം ഭീകരതയ്ക്ക് വളക്കൂറുള്ള മണ്ണായി മാറിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പിണറായി സർക്കാരിൻ്റെ അടക്കമുള്ള ഈ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം, ഇടത് വലത് രാഷ്ട്രീയ കക്ഷികളുടെ അത്തരത്തിലുള്ള നിലപാട് ഈ ഭീകരതയ്ക്ക് തഴച്ചു വളരാനുള്ള ഒരു ഇടമാക്കി കേരളം മാറ്റിയിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കൃത്യമായ ഇടപെടൽ അത്തരത്തിലുള്ള ഈ ഭീകരതയുടെ വേരറുക്കുന്ന സമീപനമാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ NIA കോടതിയുടെ ഇടപെടൽ, NIA കോടതിയുടെ വിധി കൃത്യമായ താക്കീതാകുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.